നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 686th day. Today 5th sloka of Pradhamaskandam 6th chapter. For details please see the description box. നമസ്കാരം. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ഇന്ന് 686 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 5ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 5ാമത്തെ ശ്ലോകം. നാരദ ഉവാച ഭിക്ഷുവിപ്രപസിതി വിജ്ഞാനാദ്വേഷ്ടിഭിർമമ വർത്തമാനോ വയസ്യാദ്യേ തദ ഏതദകാരശം. ഓം തത്സത്. ഭിക്ഷുഭിർവിപ്രഹസിതേ വിജ്ഞാനാദേഷ്ടൃഭിർമമ വർത്തമാനോ വയസ്യാദേ തദ ഏതദകാരശം. ഓം തത്സത്. ഭിക്ഷുഭി വിപ്രവസിതേ വിജ്ഞാനദ്രഷ്ടൃഭി മമ വർത്തമാനോ വയസ്സി ആദ്യേ വയസ്സി ആദ്യേ തദ ഏത അകാരശം. തദ ഏതത് അകാരശം. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. മമ എന്ന് പറഞ്ഞാൽ എനിക്ക്, വിജ്ഞാന ദ്രഷ്ടുഭി ഭിക്ഷുഭി അങ്ങനെയാണ് പറയുന്നത്. വിജ്ഞാനം ഉപദേശിച്ച ഭിക്ഷുക്കൾ. വിജ്ഞാന ദ്രഷ്ടൃഭി ഭിക്ഷുഭി വിജ്ഞാനം ഉപദേശിച്ച ഭിക്ഷുക്കളാൽ വിപ്രവസിതേ ആ സ്ഥലം വിട്ടു പോയപ്പോൾ, എനിക്ക് വിജ്ഞാനം ഉപദേശിച്ച ആ ഭിക്ഷുക്കൾ ആ സ്ഥലം വിട്ടു പോയപ്പോൾ, വർത്തമാനം അതായത് ഇപ്പോൾ ഇരിക്കുന്ന വർത്തമാനകാലത്തിലുള്ള ഞാൻ, വയസ്സി ആദ്യ വയസ്സിൽ അതായത് ബാലനായി. ഇതിനു മുന്നേയും ഇതേമാതിരി ഒരു പ്രയോഗമുണ്ടായിട്ടുണ്ട്. ആദ്യ വയസ്സ് എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലത്ത്, ചെറിയ വയസ്സായിരിക്കുന്ന ചെറിയ വയസ്സായിട്ടിരിക്കുന്ന ഞാൻ, ആദ്യ വയസ്സി വർത്തമാന ഇരിക്കുന്ന ഞാൻ, തഥാ അനന്തരം, ഏതത് ഇതിനെ, അകാരഷം എന്ന് പറഞ്ഞാൽ ചെയ്തു. ചെറിയ കുട്ടിയായിട്ടിരിക്കുന്ന ഞാൻ, എനിക്ക് വിജ്ഞാനം ഉപദേശിച്ച ആ ഭിക്ഷുക്കൾ മുനിമാർ പോയപ്പോൾ ആ സ്ഥലം വിട്ട് വിപ്രവസിതേ ആ വസിക്കുന്ന സ്ഥലം വിട്ട് പോയപ്പോൾ ഞാൻ ഇപ്രകാരം ചെയ്തു. എന്തൊക്കെയാണ് ചെയ്തത്, പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് വ്യാസർ നാരദമുനിയോട് ചോദിച്ചു. അതിന് മറുപടിയായിട്ട് നാരദർ പറയുകയാണ്, ആ ഭിക്ഷുക്കൾ ആ സ്ഥലം വിട്ടു പോയപ്പോൾ ഞാൻ ഇപ്രകാരമൊക്കെ ചെയ്തു എന്ന്. എന്തൊക്കെയാണ് ചെയ്തതെന്ന് അടുത്ത ശ്ലോകത്തിൽ നാരദരുടെ ചെറുപ്പകാലത്ത് ആ കഴിഞ്ഞ ജന്മത്തിൻ്റെ ബാക്കി കഥകൾ അടുത്ത കുറേ ശ്ലോകങ്ങളിലായിട്ട് നാരദർ വ്യാസർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിലായിട്ട് പാരായണം ചെയ്യേണ്ടതാണ്. ഈ ശ്ലോകത്തിൽ ഇത്രത്തെ മാത്രം. എനിക്ക് വിജ്ഞാനം ഉപദേശിച്ച മുനിമാർ ആ സ്ഥലം വിട്ടു പോയപ്പോൾ ഞാൻ ഇപ്രകാരമൊക്കെ ചെയ്തു. ശ്ലോകം ഒരിക്കൽ കൂടി. നാരദ ഉവാച ഭിക്ഷുഭിർവിപ്രവസിതേ വിജ്ഞാനാദേഷ്ടൃഭിർമമ വർത്തമാനോ വയസ്യാദ്യേ തദ ഏതാദകാരശം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ.
ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.